ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. HSST ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്കൂൾ ടീച്ചർ ജോബ് സ്വപ്നം കാണുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതും HSSTയിലാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ടീച്ചറായിട്ട് എത്തുക എന്നുള്ളത് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരുടെയും വലിയൊരു ഡ്രീമായിരിക്കും. അപ്പോൾ സ്വപ്നം വളരെ വലുതാണ്, അതിലേക്കുള്ള എഫേർട്ടും വളരെ വലുത് തന്നെ ആയിരിക്കണം. നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനവും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉന്നതമായിട്ടുള്ള റാങ്കുകളിൽ എത്തിച്ചേരാൻ കഴിയും. സോ വളരെ ആത്മവിശ്വാസത്തോടെ പഠനം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമുക്ക് സിലബസ് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. വെറുതെ അന്ധമായി എന്തെങ്കിലും പഠിക്കുക, കിട്ടുന്ന സ്ഥലത്തു നിന്നെല്ലാം പഠിക്കുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള പഠന രീതിയല്ല. പ്രത്യേകിച്ച് ടീച്ചേഴ്സായ നിങ്ങളോട് അതൊരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. HSSTയുടെ സിലബസ് നമുക്കറിയാം, ചെറിയൊരു സിലബസ് ഒന്നുമല്ല, അത്യാവശ്യം വലിയ സിലബസാണ്. ഇല്ല, അത്യാവശ്യം വലിയ സിലബസാണ്. നെറ്റ് എക്സാമിന് സമാനമായിട്ടുള്ളൊരു സിലബസാണ്. അപ്പോൾ നമ്മൾ ആദ്യം സിലബസ് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം മുൻ വർഷ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ടും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ പല ആളുകൾക്കും ആശങ്കയുണ്ടാകും, സിലബസ് മാറുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടാകും. അപ്പോൾ സിലബസ് മാറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിബിലിറ്റി. കാരണം കഴിഞ്ഞ HST എക്സാം സിലബസ് മാറിയിട്ടില്ല. ആ ഒരു സിലബസ് ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന സിലബസാണ്. എന്നാൽ HSSTയെ സംബന്ധിച്ചിടത്തോളം 2022 പുതിയൊരു സിലബസ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ 2022 ആ ഒരു സിലബസ് വന്നതിന് ശേഷം അധികം എക്സാം ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സിലബസ് മാറാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. സോ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ച് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഇവിടെ 2020, 21 കാറ്റഗറിയിലൊക്കെ വിളിച്ചിട്ടുള്ള സിലബസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 2022 ആയിരുന്നു അതിൻ്റെ പരീക്ഷ. നിങ്ങളിൽ ചില ആളുകളെങ്കിലും ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ സിലബസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ UGയിലും PGയിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡീസും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസും നമ്മുടെ സിലബസിൽ വരാറുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് സ്റ്റഡീസിൽ നമ്മൾ സാധാരണ പറയാറ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കണം. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ആകുമ്പോൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു സർഫസ് ലെവലിലുള്ള പഠനം മതിയാകും എന്നുള്ളതാണ് നമ്മൾ പൊതുവേ പറയാറ്. എന്നാൽ കേരള PSCയെ നിങ്ങൾക്ക് അറിയുമല്ലോ, പലപ്പോഴും ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാറില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വായിക്കാൻ പോസിബിൾ ആയിട്ടുള്ള അഥവാ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്നവ അതിൻ്റെ ഒറിജിനൽ സോഴ്സ് കണ്ട് തന്നെ പഠിക്കണം. അല്ലാതെ വളരെ സുദീർഘമായിട്ടുള്ള ചില വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിസിഡാസ് ഒക്കെ വരുമ്പോൾ കുറച്ച് വായിച്ചു തീർക്കാൻ കുറച്ച് ടാസ്ക്കാണ്. എന്നാൽ റേപ്പ് ഓഫ് ദ ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് വായിച്ചു തീരുക എന്നുള്ളത് ചെറിയ ടാസ്ക്കൊന്നുമല്ല, വലിയ വലിയ ടാസ്ക്കാണ്. ദെൻ ഇനി ബിയോൾഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ 3000+ ലൈൻസ് ഉണ്ട്. 3000+ ലൈൻസ് വായിച്ചു തീർക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ ഫുൾ എടുത്ത് വായിച്ചു തീർക്കാൻ നിന്നാൽ വെറുതെ നമ്മുടെ സമയം പോകും എന്നുള്ളതല്ലാതെ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. സോ സിലബസിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു 14 മൊഡ്യൂൾസ് ഉണ്ട്. ഇതിൽ മൊഡ്യൂൾ 1 ഡീറ്റെയിൽഡ് സ്റ്റഡീസും മൊഡ്യൂൾ 2 നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസുമാണ് വരുന്നത്. നമ്മൾ സാധാരണ പണ്ടത്തെ നെറ്റ് എക്സാമിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്നത് പോലെ ഓരോ കാലഘട്ടമായിട്ട് തിരിച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. സെറ്റ് എക്സാമിൻ്റെ സിലബസും ഇതിന് സമാനമാണ്. നിങ്ങൾ സെറ്റ് എക്സാമിന് പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത ആളുകളായിരിക്കും ഈ ഒരു എക്സാം എഴുതാൻ പോവുക. സെറ്റ് എക്സാമിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചില വർക്ക്സ് എടുത്തു വെച്ച് പഠിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ലിറ്റററി ക്രിറ്റിസിസത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാകും, സെറ്റ് എക്സാമിൽ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഗുണം ചെയ്യും. പക്ഷേ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്കൊന്ന് സിലബസ് അനലൈസ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളോ ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th സെഞ്ച്വറി, 18ാം നൂറ്റാണ്ട് വരെയുള്ള ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ.
അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും? ഇതിനകത്ത് പോം വരും, ഏറ്റവും കൂടുതൽ വരിക പോം ആയിരിക്കും. ദെൻ വേഴ്സ് ഡ്രാമകൾ വരും. പണ്ട് കാലങ്ങളിൽ ഡ്രാമാസ് എഴുതിയിട്ടുണ്ടായിരുന്നത് കവിതാ രൂപത്തിലായിരുന്നു. അപ്പോൾ വേഴ്സ് ഡ്രാമ വരും. ദെൻ നോവൽ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം നോവലൊക്കെ വരുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് അല്ലേ. അപ്പോൾ നോവൽ വരും, പക്ഷേ നോവൽ വളരെ കുറച്ചായിരിക്കും, കുറച്ച് നോവൽസ് വരും. ദെൻ വേറെ വരുന്നത് എന്തൊക്കെയാണ്? എസ്സേസ് വരും അല്ലേ, എസ്സേസ് വരും. സോ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ആദ്യം ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡി HSA പഠിച്ച ആളുകൾക്ക് ചില വർക്ക്സ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അത് കുറച്ച് എളുപ്പമായിരിക്കും. ജോൺ ഡൺ. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ കൂടി നോക്കണം. ഇവിടെ എഴുത്തുകാരുടെ പേരും അവർ എഴുതിയിട്ടുള്ള 1-2 വർക്ക്സിൻ്റെ പേരും. ചില ആളുകളിലേക്ക് വരുമ്പോൾ, ഷേക്സ്പിയറിലേക്കൊക്കെ വരുമ്പോൾ 4-5 വർക്ക്സ് ഒക്കെ പഠിക്കാനുണ്ട്. ചില ആളുകൾ എഴുതിയിട്ടുള്ള 2 വർക്ക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അവരുടെ പ്രൊഫൈൽ ഉറപ്പായിട്ട് നോക്കണം, സ്കിപ്പ് ചെയ്യരുത്. ചില ആളുകൾ കരുതും പ്രൊഫൈൽ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വർക്ക്സ് മാത്രം നോക്കിയാൽ മതി എന്ന് ചിലപ്പോൾ കരുതും. അങ്ങനെയല്ല, പ്രൊഫൈലിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജോൺ ഡോൺ മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസം ബൈ ഹാർട്ടും കാനോണൈസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ UGയിലും PGയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ദെൻ മിൽട്ടണിലേക്ക് വരുന്ന സമയത്ത് ലിസിഡാസും പാരഡൈസ് ലോസ്റ്റിലെ ബുക്ക് 9 മാത്രം പഠിച്ചാൽ മതി. പാരഡൈസ് ലോസ്റ്റ് മുഴുവനായിട്ട് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. ബുക്ക് 9 മാത്രം, അവിടെ നിന്ന് മാത്രമേ ചോദ്യം വരാറുള്ളൂ. ദെൻ ജോൺ ഡ്രൈഡൻ്റെ മാക്ഫ്ലെക്നോ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മോക്ക് എപ്പിക്കാണ് അല്ലെ, മോക്ക് ഹീറോയിക് എപ്പിക്കാണ് മാക്ഫ്ലെക്നോ. സോ ഷാഡ്വെല്ലിനെയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു രചനയാണ്, അതും നമുക്ക് കൃത്യമായിട്ടും പഠിക്കണം. ദെൻ ഈ ആദ്യത്തെ കുറച്ച് മൊഡ്യൂൾ 40 മാർക്കിനാണ് കേട്ടോ, അതിവിടെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 40 മാർക്കിനാണ് 8 മൊഡ്യൂൾസ്, ആദ്യത്തെ 8 മൊഡ്യൂൾസ് എല്ലാം കൂടി ചേർന്ന് 40 മാർക്കിനാണ്. അപ്പോൾ എല്ലാ വർക്ക്സിൽ നിന്നും ചോദ്യം വരില്ല, പക്ഷേ നമുക്ക് എവിടെ നിന്ന് വരും എവിടെ നിന്ന് വരില്ല എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ തോമസ് ഗ്രേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഡിഗ്രിക്കും PGക്കും HSTക്കും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ വില്യം ഷേക്സ്പിയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 12th നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേ വരുന്നുണ്ട്. ഹാംലെറ്റും വരുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ ലോങ്ങസ്റ്റ് ട്രാജഡിയാണ് ഹാംലെറ്റ് വരുന്നുണ്ട്. പിന്നെ ഷേക്സ്പിയറിൻ്റെ 3 സോണറ്റുകളും വരുന്നുണ്ട്. ഈ 3 സോണറ്റുകളിലൊക്കെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ട് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സോണറ്റ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് പഠിച്ചു വെക്കണം. ദെൻ അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക്, അതും ഒരു മോക്ക് ഹീറോയിക് എപ്പിക്കാണ്, അതും വളരെ മോക്ക് എപ്പിക്കാണ്, അതും പഠിക്കുക. ദെൻ ക്രിസ്റ്റഫർ മാർലോയുടെ വളരെ രസകരമായ ഒരു വേർഡ്സ് ഡ്രാമയാണ് ഡോക്ടർ ഫോസ്റ്റസ്. കുറച്ച് സയൻറ്റിഫിക് ഫിക്ഷൻ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഗോത്തിക് എലമെൻ്റൊക്കെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വേർഡ്സ് ഡ്രാമ ഡോക്ടർ ഫോസ്റ്റസ്, അതും പഠിക്കണം. ദെൻ ഫ്രാൻസിസ് ബാക്കൺ, ഫാദർ ഓഫ് എംപിരിസം എന്നറിയപ്പെടുന്ന എസ്സേ എന്ന് പറയുന്ന കലയെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ബാക്കൺ. അദ്ദേഹത്തിൻ്റെ ഓഫ് സ്റ്റഡീസ്, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഓഫ് ട്രൂത്ത്. ഇതിൽ ഓഫ് സ്റ്റഡീസ് മിക്കവാറും ആളുകൾ പഠിച്ചിട്ടുണ്ടാകും. ഓഫ് സ്റ്റഡീസിലെ പല സെൻറ്റൻസുകളും നമുക്ക് കാണാപ്പാടായിരിക്കും അല്ലേ. ദെൻ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഓഫ് ട്രൂത്ത്. 3 എസ്സേസ് ഉണ്ട് എങ്കിലും വളരെ ചെറിയ എസ്സേസ് ആണ്. ചെറിയൊരു പുസ്തകത്തിലെ 1.25 അല്ലെങ്കിൽ 1.5 പേജ് മാത്രം വലിപ്പമുള്ള എസ്സേസ് ആണ്. ക്ലിയർ? ദെൻ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന ഒരു ക്രിട്ടിക്കൽ വർക്ക് ഉണ്ട്. ഏൻഷ്യൻറ്റ് മോഡേണിസം തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറയുന്നതാണ്, അത് പഠിക്കുക. ദെൻ റോബർട്ട് ബേൺസിൻ്റെ ഒരു ചെറിയ കവിത എ റെഡ് റോസ്, ഒറ്റ കവിതയാണ് കേട്ടോ, എ റെഡ് റോസ്. ദെൻ വില്യം ബ്ലേക്ക്, റൊമാൻറ്റിക് മൂവ്മെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കവിയാണ് വില്യം ബ്ലേക്കിൻ്റെ ടൈഗർ ദ ലാംബ് 2 കവിതകളാണ് കേട്ടോ. എ റെഡ് റോസ് ഒറ്റ കവിതയാണ്, ദ ടൈഗറും ദ ലാംബും 2 കവിതകളാണ്. ഈ കവിതകൾ നമ്മൾ ട്വിൻ പോയട്രി, കമ്പാനിയൻ പോം എന്നൊക്കെ പറയുന്നതാണ്, അതും കൃത്യമായിട്ടും പഠിക്കുക. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ദെൻ അടുത്തത് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി, 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി. കണ്ടില്ലേ ഇവിടെ ബിയോൾഫ് 3000-ലധികം വരികൾ അവിടെ വരുന്നുണ്ട്, 3K+ വരുന്നുണ്ട്. സമ്മറി നോക്കിയാൽ മതി. ദെൻ ആദ്യകാലത്തെ ബാലറ്റ്സ്, സർ പാട്രിക് സ്പെൻസിൻ്റെയും ഷെവി ചേസിൻ്റെയും രണ്ട് ബാലറ്റ്സ് ആണ്, 2 ബാലറ്റ്സ് പഠിക്കണം.
ദെൻ ജെഫ്രി ചൗസർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന ജെഫ്രി ചൗസറിൻ്റെ പ്രൊലോഗ് ടു ദ കാൻറ്റംപററി ടെയിൽസ്, അതിലെ ഒരു പ്രൊലോഗ് ഉണ്ട്. കാൻറ്റംപററി ടെയിൽസിൽ 24 സ്റ്റോറീസ് ഉണ്ട് അല്ലേ, 24 സ്റ്റോറീസ് ഉണ്ട്. 24 സ്റ്റോറീസും അറിഞ്ഞിരിക്കണമെന്നല്ല, പ്രൊലോഗ് മാത്രം. പ്രൊലോഗിൽ കുറച്ച് ക്യാരക്ടേഴ്സിന് 29 ക്യാരക്ടേഴ്സിനെ വിശദീകരിക്കുന്ന ഒരു ജനറൽ പ്രൊലോഗ് ഉണ്ട്. അതിൻ്റെ സമ്മറി നോക്കി ഇരുന്നാൽ മതി. 800+ ലൈൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അല്ല വേണ്ടത് കേട്ടോ. കാൻറ്റംപററി ടെയിൽസ് പോയട്രി ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് കഥയാണ് പറയുന്നത്, നറേഷൻ കഥയാണ്. പക്ഷേ സാധനം എഴുതിയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് പോയട്രിയാണ്. അപ്പോൾ അതിലെ ജനറൽ പ്രൊലോഗ് നോക്കുക. ദെൻ ആദ്യകാല ട്രാജഡികളിൽപ്പെട്ട ദ സ്പാനിഷ് ട്രാജഡി, തോമസ് കിഡിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്പാനിഷ് ട്രാജഡി. എഡ്മണ്ട് സ്പെൻസറിൻ്റെ എപ്പിത്തലാമിയോൺ, അദ്ദേഹം തൻ്റെ സ്വന്തം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എലിസബത്ത് ബോയിലുമായിട്ട് ഉള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളൊരു മാരേജ് പോയട്രിയാണ് എപ്പിത്തലാമിയോൺ. ദെൻ ആൻഡ്രി മാർവൽ, അദ്ദേഹവും ഒരു മെറ്റാഫിസിക്കൽ പോയറ്റാണ്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്ന കുഞ്ഞു കവിത. ഞാൻ കുഞ്ഞു കവിത എന്നെടുത്ത് പറയാനുള്ള കാരണം, സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്, എന്നാൽ ഇതിൽ ഒരു 20% അല്ലെങ്കിൽ 30% കുഞ്ഞു വർക്ക്സ് ആണ്, ചെറിയ കവിതകൾ, ചെറിയ എസ്സേസ് ഒക്കെ വരുന്നുണ്ട്. അതും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത് അല്ലേ. നമ്മൾ പലപ്പോഴും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷേ ഈ പഠിക്കാനുള്ളതിൽ ചിലത് വളരെ ചെറുത് മാത്രമാണ് എന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആശ്വസിക്കുകയും കൂടി വേണം. ക്ലിയർ. ദെൻ റിച്ചാർഡ് ഷെറിഡൻ്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എവിടെ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ? HSAക്ക് പഠിച്ചിട്ടുണ്ടാകും അല്ലേ. സ്കൂൾ ഫോർ സ്കാൻഡൽ പഠിക്കണം. ദെൻ തോമസ് മോറിൻ്റെ യൂട്ടോപ്പിയൻ നോവൽ എന്നൊരു യോണർ തന്നെ തുടങ്ങാൻ കാരണമായിട്ടുള്ള ഒരു നോവൽ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ഒരു രചനയാണ്. ദെൻ ആദ്യകാല നോവലിൽ പെട്ടതാണ് റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ, പിന്നീട് പമേല, ടോം ജോൺസ്. അതിന് ഒരു കാലക്രമം വരുമ്പോൾ ആദ്യം റോബിൻസൺ ക്രൂസോയാണ് എഴുതപ്പെട്ടത്, പിന്നെ പമേല, പിന്നെ ടോം ജോൺസ്. അപ്പോൾ ഇംഗ്ലീഷ് റൈസ് ഇൻ ദ ഇംഗ്ലീഷ് നോവലിന് കാരണമായിട്ടുള്ള 3 നോവലുകൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ക്ലിയർ. അപ്പോൾ അത് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ നമ്മൾ സമ്മറിയൊക്കെ നോക്കി വെച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വായിച്ചാൽ മതി കേട്ടോ കഥ. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളാകുമ്പോൾ അടുത്ത കാലഘട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെ. 18-ാം നൂറ്റാണ്ട് മുതൽ ഇന്നത് വരെ എന്ന് പറയുന്നതിന് പകരം എക്സാക്റ്റ് ആ ഒരു പീരീഡ് പറയുന്നുണ്ട്. പിന്നീടുള്ള കാലഘട്ടത്തിൽ നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സ് ലിറിക്കൽ ബാലൻസ് പ്രസിദ്ധീകരിച്ച ഉടനെ പിന്നീട് അങ്ങോട്ട് റൊമാൻറ്റിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് വിക്ടോറിയൻ പീരീഡ് തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു, പോപ്പിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. ഇനി വില്യം വേർഡ്സ്വർത്തിൻ്റെ കാലഘട്ടമാണ്. സോ ആദ്യം തന്നെ നമുക്ക് മെറ്റാഫിസിക്കൽ പോയറ്റിലെ കുറച്ച് ആളുകളെ നമുക്ക് നോക്കാം. മെറ്റാഫിസിക്കൽ പോയറ്റ് 2 ജനറേഷൻ, മെറ്റാഫിസിക്കൽ അല്ല റൊമാൻറ്റിക് പോയറ്റ് കേട്ടോ. റൊമാൻറ്റിക് പോയറ്റ് 2 ജനറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് വില്യം വേർഡ്സ്വർത്തും കോൾറിച്ചും. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഏതൊക്കെ നോക്കണം? ഓഡ്, ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി നോക്കണം. ദെൻ കുബ്ല ഖാൻ നോക്കണം. ദെൻ ജോൺ കീറ്റ്സ്, ഷെല്ലി, ബെറോൺ. അത് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. അവരിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ നോക്കണം? ഓഡ് ടു എ നൈറ്റിംഗേൾ നോക്കണം, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, ദ പ്രിസണർ ഓഫ് ഷിലോങ്. ക്ലിയർ. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് ലോർഡ് ടെന്നീസൺ, ആൽഫ്രഡ് ലോർഡ് ടെന്നീസൻ്റെ യുളീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ യുളീസസിൽ പറയുന്ന സംഭവങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്, അവരൊരു ദ്വീപിൽ അകപ്പെടുന്നത്. അപ്പോൾ അവിടെ ലോട്ടസ് ഈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ കവിതയാണ് ലോട്ടസ് ഈറ്റേഴ്സ്. ക്ലിയർ. ദെൻ മാത്യു അർണോൾഡ്, വിക്ടോറിയൻ പീരീഡിലേക്ക് വരുന്ന സമയത്ത് മാത്യു അർണോൾഡ്, ലോർഡ് ടെന്നീസൺ മുതൽ അങ്ങോട്ട് വിക്ടോറിയൻ പീരീഡാണ്. സ്കോളർ ജിപ്സി, ഡോവർ ബീച്ച് കവിതകൾ പഠിക്കുക. ദെൻ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആൻഡ്രിയ ഡെൽ സാറ്റോ, GM ഹോപ്കിൻസിൻ്റെ ദ പൈഡി ബ്യൂട്ടി, വളരെ ചെറിയൊരു കവിതയാണ്, 10-11 വരികൾ മാത്രമുള്ള ഒരു കവിതയാണ്. ദെൻ തോമസ് ഡുക്കൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബെത്ത്. നമ്മൾ HSTക്ക് മാക്ബെത്ത് പഠിച്ചു, ഇവിടെ മാക്ബെത്തിനെ കുറിച്ച് ഉള്ളൊരു എസ്സേ, ഒരു ക്രിട്ടിക്കൽ വർക്ക്. ദെൻ ചാൾസ് ലാമ്പിൻ്റെ ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ, ഡ്രീം ചിൽഡ്രൻ. ദെൻ ഓസ്കാർ വൈൽഡിൻ്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്, അത് HSTക്ക് പഠിച്ച സാധനമാണ്. അതുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. ക്ലിയർ. ദെൻ അടുത്തതിലേക്ക് വരാം. അടുത്തത് ഈ റൊമാൻറ്റിക് വിക്ടോറിയൻ പീരീഡിലെ തന്നെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലൻസ് എവിടെ പഠിച്ചിട്ടുണ്ട്? HSTക്ക് പഠിച്ചിട്ടുണ്ട്. ഈ സെയിം സാധനം തന്നെ നമുക്ക് അങ്ങോട്ട് അടുത്തൊരു മൊഡ്യൂളിലേക്ക്, അവസാനത്തെ മൊഡ്യൂളിലെ ലിറ്റററി ക്രിറ്റിസിസത്തിലും സെയിം ടോപ്പിക്ക് തന്നെ കാണാൻ പറ്റും. റിപ്പീറ്റേഷൻ ആയിട്ട് അങ്ങനെ 1-2 വർക്ക്സ് വരുന്നുണ്ട് കേട്ടോ.
ദെൻ ഒലാദോ ഇക്നോയുടെ ദ ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ് ചാപ്റ്റർ 4 and 5, അത് അദ്ദേഹത്തിൻ്റെ സ്വയം അനുഭവത്തെക്കുറിച്ച് തന്നെ വിശദീകരിക്കുന്ന ഒരു സ്ലേവറിയെക്കുറിച്ചും അതേപോലെ ഈ ഒരു അൺടച്ചബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നൊരു സംഭവമാണ്, അത് പഠിക്കുക. ദെൻ ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഓർക്കുന്നില്ലേ? ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഷെല്ലിയുടെ മറ്റൊരു കവിതയും കൂടി നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ ദ സെൻസി കൂടി പഠിക്കാനുണ്ട്. ദെൻ മേരി ഷെല്ലിയുടെ വൈഫാണ് മേരി ഷെല്ലി. ഫ്രാങ്കൻസ്റ്റൈൻ. അപ്പോൾ ആദ്യകാല ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്നു. സയൻറ്റിഫിക് ഫിക്ഷനും ഗോത്തിക്കും കൂടിച്ചേർന്നൊരു ജോണറാണത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. 2025 ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പേരിൽ ഒരു മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത് നമ്മുടെ പഠനത്തെ സഹായിക്കും. ദെൻ എമിലി ബ്രോണ്ടിയുടെ wuthering heights, HSTയിൽ പഠിച്ചിട്ടുള്ള സെയിം സാധനം. ഇതും HSTയിൽ പഠിച്ചിട്ടുള്ള സെയിം സാധനം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ടും അതൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ദെൻ അടുത്ത ചാൾസ് ഡിക്കൻ്റെ ഒലിവർ ട്വിസ്റ്റ് നോവലാണ് അല്ലേ. ദെൻ തോമസ് ഹാഡിയുടെ ടെൽസ് ഓഫ് ദ ഡ്യൂബോവില്ലേഴ്സ്, ജെയിൻ ഓസ്റ്റൻ്റെ മാൻസ്ഫീൽഡ് പാർക്ക്, വാൾട്ടർ സ്കോട്ടിൻ്റെ ഇവാൻഹോ. അപ്പോൾ ഇതൊക്കെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. പൂർണ്ണമായിട്ടും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ എടുത്തു വെച്ച് വായിക്കണമെന്നില്ല. അതിൻ്റെ സമ്മറിയും മറ്റു കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മതി. ഇനി മൊഡ്യൂൾ 5 വരുന്ന സമയത്ത് ആധുനിക കാലഘട്ടമാണ്. 20th സെഞ്ച്വറിയിലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് എടുത്ത് പറയാനുള്ള കാരണം അമേരിക്കൻ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഇനി പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് W.B. Yeatsൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ദ സെക്കൻഡ് കമ്മിങ്ങും സെയിലിംഗ് ടു ബൈസന്റിയവും പഠിക്കാനുണ്ട്. ദെൻ TS എലിയറ്റിലേക്ക് വരുന്ന സമയത്ത് ദ വേസ്റ്റ് ലാൻഡ് മനോഹരമായിട്ടുള്ള ഒരു കവിത PGക്കും UGക്കൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ദെൻ ഇൻ മെമ്മറി ഓഫ് W.B. Yeats, W.H. Auden നമ്മുടെ ഈറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു എലിജിയാണ്, ഒരു എലിജി. ദെൻ ഡയലാൻ തോമസിൻ്റെ പോം ഇൻ ഒക്ടോബർ എന്ന് പറയുന്ന കവിത. സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി നമ്മൾ പഠിച്ചതായിരിക്കും, HSTക്ക് പഠിച്ചതായിരിക്കും. ദെൻ ഫിലിപ്പ് ലാക്കിൻ്റെ ചർച്ച് ഗോയിങ് അതൊക്കെ അത്ര വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ കവിതകളുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ 20th സെഞ്ച്വറിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വർക്ക്സ് കുറച്ച് ചെറിയ വർക്ക്സ് ആകും അല്ലേ. പണ്ട് കാലങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്ന വർക്ക്സ് ഒക്കെ വളരെ സുദീർഘമായിട്ടുള്ള വർക്ക്സ് ആയിരിക്കും. കവിത ആണെങ്കിലും കുറച്ചധികം വരികളുണ്ടാകും. എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് കവിതകളുടെയൊക്കെ വലിപ്പം കുറയും കേട്ടോ. ദെൻ കാരോൾ ആൻഡ് ഡഫിയുടെ അനെ ഹാത്വേ. ദെൻ ടെഡ് ഹ്യൂഗസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സിൽവിയ പ്ലാത്തിൻ്റെ ഹസ്ബൻഡാണ്. ടെഡ് ഹ്യൂഗസിൻ്റെ തോട്ട് ഫോക്സ്, ടോം ഗണ്ണിൻ്റെ ഓൺ ദ മൂവ്. ദെൻ ജോർജ് ബെർണാഡ് ഷായുടെ പിഗ്മാലിയൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് HSTക്ക്. ദെൻ TS എലിയറ്റിൻ്റെ തന്നെ മേർഡർ ഇൻ കത്തീഡ്രൽ. ദെൻ ജെയിംസ് ഇഞ്ചയുടെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? HSIക്ക് പഠിച്ചിട്ടുണ്ട്. ഹരോൾഡ് പിൻഡറിൻ്റെ ദ ബർത്ത്ഡേ പാർട്ടി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം എക്സാമിന് ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. ദെൻ TS എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എവിടെ പഠിച്ചിട്ടുണ്ടാകും? HSIക്ക് പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ എത്ര വർക്ക്സ് ആയി? 5+ ആയി അല്ലേ. ദെൻ വിർജിനിയ വൂൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ. ക്ലിയർ? അപ്പോൾ ഓരോന്നും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പമാവും. ഇനി നിങ്ങൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് HSSC എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ദെൻ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് 20th സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. FR ലെവിസിൻ്റെ ഗ്രേറ്റ് ട്രഡീഷൻ. ദെൻ ജോസഫ് കോൺറാഡിൻ്റെ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. നമ്മൾ സ്ഥിരം ചോദ്യങ്ങളൊക്കെ ഏത് എക്സാമിനും വരുന്നൊരു സംഭവമാണ് ഈ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന സാധനം. ദെൻ വിർജിനിയ വൂൾഫിൻ്റെ മിസ് ഡലോയ്. ജെയിംസ് ജോയ്സിൻ്റെ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ദെൻ ജോർജ് ഓർവെലിൻ്റെ 1984 നമ്മൾ നേരത്തെ യൂട്ടോപ്പിയ കണ്ടു. യൂട്ടോപ്പിയൻ ജോണർ വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു ജോണറാണ് ഡിസ്റ്റോപ്പിയൻ നോവൽ. അപ്പോൾ ഡിസ്റ്റോപ്പിയൻ നോവലിലൊന്നാണ് 1984. ദെൻ ജോൺ ഫൗൾസിൻ്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വുമൻ. ആംഗല കാർട്ടറിൻ്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസ്. കാർലെ ചേർച്ചിലിൻ്റെ ടോപ്പ് ഗേൾസ്. ഇതൊക്കെ കൃത്യമായിട്ടും വായിച്ചു വെക്കുക. നമ്മൾ പലപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പുതിയ രചനകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഉണ്ടാവില്ല.
ദെൻ മൊഡ്യൂൾ 7 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അവരത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഞാൻ അവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമുക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. നമ്മുടെ സിലബസിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മൊഡ്യൂൾ 7ഉം മൊഡ്യൂൾ 8ലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കണം, കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 1 മുതൽ 20 വരെയുള്ള കവിതകൾ പഠിക്കണം. അരബിന്ദോയുടെ ദ ട്രാൻസ് ഓഫ് വെയിറ്റിംഗ്, സരോജിനി നായിയുടെ ക്രമാറ്റൽ ഫിഷേഴ്സ് കവിതകളാണ് അല്ലേ. കമലാദാസിൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, UGക്കും BGക്കും ഒക്കെ പഠിച്ച സാധനം. ദെൻ ഫ്രീക്സ് 2 കവിതകളുണ്ട്. നസീം ഇസിക്കലിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാഷ്വലി 2 കവിതകളുണ്ട്. AK രാമാനുജൻ്റെ എ റിവർ ദ സ്ട്രൈഡേഴ്സ്, ഇതെല്ലാം 2 കവിതകളുണ്ട്. ദെൻ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം കമലാദാസിൻ്റെയും AK രാമാനുജൻ്റെയും പ്രൊഫൈലിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. ഇതിനടുത്ത് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എവിടെ പഠിച്ചിട്ടുണ്ട്? HSAക്ക് പഠിച്ചിട്ടുള്ളൊരു സാധനമാണ് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല. അപ്പോൾ നാഗമണ്ഡല കൃത്യമായിട്ട് പഠിച്ചു വെച്ച ആളുകൾക്ക് അതിവിടെ ഉപകാരപ്പെടും. ദെൻ ഇനി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കുറച്ച് വർക്ക്സ് ആണ്. മഞ്ജുള പത്മനാഭൻ്റെ ഹാർവസ്റ്റ്, ഓർഗൻ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കാണ്. വായിക്കാൻ വളരെ രസകരമായിട്ടുള്ളൊരു സാധനമാണ്. ദെൻ മഹേഷ് ദത്താനിയുടെ ഡാൻസ് ലൈക്ക് എ മാൻ. ദെൻ SN ഗുപ്ത എഴുതിയിട്ടുള്ള തിയറി ഓഫ് രസ, തിയറി ഓഫ് ധ്വനി. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടാകും, HSTക്ക് പഠിച്ചിട്ടുണ്ടാകും. അതിവിടെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ? ദെൻ മൊഡ്യൂൾ 8 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അവിടെ ആദ്യം തന്നെ വിജയ് ടെണ്ടുൽക്കറിൻ്റെ ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. ദെൻ മുൾക്ക് രാജ് ആനന്ദിൻ്റെ ദ ടച്ചബിൾ, ദ അൺടച്ചബിൾ, രാജറാവുയുടെ ദ സർപ്പൻ ആൻഡ് ദ റോപ്പ് പോലുള്ള ഡ്രാമാസും മറ്റുമൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേയ്സ്, RK നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ്, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. ഉറപ്പായിട്ടും ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലേ, അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. നെറ്റ് എക്സാമിന് പോലും സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഒരു വർക്കാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, HSAക്ക് പഠിച്ചിട്ടില്ലേ? യെസ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരവിന്ദ അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ, AK രാമാനുജൻ്റെ തന്നെ ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ആൻഡ് ഇൻഫോർമൽ എസ്. AK രാമാനുജൻ്റെ കവിത നമുക്ക് നേരത്തെ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എസ്സയും ഇവിടെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്ര മൊഡ്യൂൾ നോക്കി? 8 മൊഡ്യൂൾസ്. 8 മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് എത്ര മാർക്ക് വരും? 40 മാർക്ക്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കാണ്? ഒരു മൊഡ്യൂളിൽ നിന്നും 5 മാർക്കാണ് വരുന്നത് അല്ലേ. 5 മാർക്സ് പെർ മൊഡ്യൂൾ. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്നും ആകെ 5 മാർക്കാണ്. പക്ഷേ അത് ഏത് ഏരിയാസിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചാലേ കാര്യമുള്ളൂ. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ദെൻ മൊഡ്യൂൾ 9 മുതൽ മൊഡ്യൂൾ 14 വരെ 30 മാർക്കിനാണ് 30 മാർക്ക്. ഓക്കെ. ദെൻ ഇവിടെ ആദ്യം അമേരിക്കൻ ലിറ്ററേച്ചറാണ്. നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വരുന്നു. ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് വരുന്നത് വാൾട്ട് വിറ്റ്മാൻ്റെ ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡ്ലെസ്ലി റോക്കിംഗ്, എമിലി ഡിക്കിൻസന്റെ ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ. ദെൻ റോബർട്ട് ഫ്രോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഹോം ബറിയൽ നമ്മൾ HSAക്ക് പഠിച്ചതാണ്, സെയിം പോം. ദെൻ വാലസ് സ്റ്റീഫൻസിന്റെ സൺഡേ മോർണിംഗ്. ദെൻ എഡ്ഗർ അലാൻ പോയുടെ ദ റാവൻ, സ്ഥിരം ചോദ്യം വരുന്ന ഒരു ചെറിയ കവിതയാണ് ദ റാവൻ. ദെൻ മായ ആഞ്ചലിയുടെ ഫിനോമിനൽ വുമൻ, യുഗി ഓനൈലിൻ്റെ എംപറർ ജോൺസ്, ടെന്നീസ് വില്യംസിൻ്റെ ദ ഗ്ലാസ് മെനാജറി. HSAക്ക് പഠിച്ച സാധനമാണ്. HSAക്ക് പഠിച്ച സെയിം പ്ലേ ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ? ദെൻ അടുത്ത മൊഡ്യൂൾ 10ലേക്ക് വരാം. അത് അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ തന്നെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. എമേഴ്സൻ്റെ സെൽഫ് റിലയൻസ് എസ്സേസ് ആണ് അല്ലേ, സിവിൽ ഡിസൊബീഡിയൻസ് തറയുടെ. ദെൻ ആർത്തർ മില്ലറിൻ്റെ ഒരു പ്ലേ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, എവിടെ പഠിച്ചതാണ് നമ്മൾ? HSAക്ക് പഠിച്ച സാധനമാണ്. E.A. കെമിൻസിൻ്റെ ബഫലോ ഹിൽസ്, അലൻ ഗിൻസ്ബർഗിൻ്റെ അമേരിക്ക, ഗെർട്രൂഡ് സ്റ്റെയിൻ്റെ ഡോട്ടർ. ദെൻ നഥാനിയൽ ഹാവ്ത്രോണിൻ്റെ ദ സ്കാർലറ്റ് ലെറ്റർ, വളരെ രസകരമായിട്ടുള്ളൊരു വർക്കാണ് അല്ലേ, അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഹെർമൻ മെവില്ലയുടെ നോവൽ മൊബിഡിക്കിന് സമാനമായിട്ടുള്ള മറ്റൊരു നോവലാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ, അതും HSAക്ക് ഉണ്ടായിരുന്നു. ദെൻ ടോണി മോറിസൻ്റെ ദ ബ്ലൂവസ്റ്റ് ഐ, ഇത് രണ്ടും എവിടെ ഉണ്ടായിരുന്നു? HSAക്ക് ഉണ്ടായിരുന്നു. 10ലധികം വർക്ക്സ് നമുക്ക് HSA എന്ന് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ.
ദെൻ ഇനി അങ്ങോട്ട് വിവിധ ശാഖകളിലേക്ക് പോവുകയാണ്. അപ്പോൾ 10 മൊഡ്യൂൾ വരെയുള്ള കാര്യങ്ങളെല്ലാം വിവിധ കാലഘട്ടങ്ങളിലെയും വിവിധ പ്രദേശങ്ങളിലെയും ലിറ്ററേച്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ്, കൾച്ചറൽ സ്റ്റഡീസ്, ലിറ്റററി ക്രിറ്റിസിസം തുടങ്ങിയ മേഖലകളിലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 11 സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജും വരുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സും വരുന്നുണ്ട്. പല ആളുകൾക്കും പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു മൊഡ്യൂളാണിത്. നമ്മൾ അധികം പേടിക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സോ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ. ഇതൊന്നും അധികം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട സാധനമല്ല. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അത് ജസ്റ്റ് കുറച്ച് ഫാക്റ്റുകളാണ്. ആ ഫാക്റ്റുകൾ അതേപോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടും എക്സാമിന് ഉപകരിക്കും. ദെൻ ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി, ജനറൽ ഫോണറ്റിക്സ്, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, സ്ട്രെസ്, ഇൻറ്റോണേഷൻ, മോർഫോളജി. ഈ ഒരു സാധനമാണ് ഫോണറ്റിക്സും ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബേസ് ചെയ്ത് വരുന്നത്. ഇതെല്ലാം HSL ഉണ്ടായിരുന്ന സാധനമാണ് അല്ലേ. ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കാം. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പക്ക ഫോണറ്റിക്സ് ആയിട്ട് വരുന്നത്. ദെൻ മോർഫോളജി, ട്രഡീഷണൽ ഗ്രാമർ, മോഡേൺ ഗ്രാമർ, ഫോം, ക്ലാസ് വേർഡ്സ്, ഫംഗ്ഷൻ, ഇതൊക്കെ റൂൾസാണ്. റൂൾസൊക്കെ നമുക്ക് കൃത്യമായിട്ടും പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ദെൻ ക്ലാസ് വേർഡ്സ്, പലതരത്തിലുള്ള വേർഡ്സ് ഉണ്ട്, ഫാലസീസ്, സോഷ്യൽ സ്ട്രക്ചറലിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ആക്കി പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. അവിടെയൊന്നും നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദെൻ പിന്നെ സിൻടാക്സിലേക്ക് വരുന്ന സമയത്ത് PS ഗ്രാമർ, TG ഗ്രാമർ, നോം ചോംസ്കിയുടെ, ഡീപ്പ് സ്ട്രക്ചർ, സർഫ് സ്ട്രക്ചർ, ചോംസ്കിയുടെ, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രേസ് തിയറി, കേസ് ഗ്രാമർ, സിസ്റ്റമാറ്റിക് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ടാച്ച് മിമിക്സ്, സെമാൻറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ കുറേ ഫാക്റ്റുകളാണ്, കുറേ റൂൾസും ഫാക്റ്റുകളുമാണ്. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ മാർക്ക് നഷ്ടമാകാതെ നമ്മുടെ കയ്യിലിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും എന്തായാലും ചോദ്യങ്ങൾ വരും. ഒരു ചോദ്യം പോലും നമുക്ക് അറിയാത്തതായിട്ട് ഉണ്ടാകരുത്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചെങ്കിലും നമുക്ക് അതിന് ആൻസർ കൊടുക്കാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക. ക്ലിയർ? ദെൻ മൊഡ്യൂൾ 12 വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 11 നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ മൊഡ്യൂളിൽ ആ ടെൻഷൻ നിങ്ങൾക്ക് മാറും. കാരണം ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ELT, എന്താണ് ESL, EFL? ഒന്നുമില്ല അല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ്, ദെൻ മദർ ടങ് ഇൻ്റർഫറൻസ്. പഠിക്കുന്ന സമയത്ത് മാതൃഭാഷ എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് പഠനത്തെ തടസ്സം നിർത്തുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, പഠന രീതികൾ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഓഡിയോ വിഷ്വൽ മെത്തേഡ് ഉണ്ട്, സജസ്റ്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള ലേണിംഗ് മെത്തേഡ്. ദെൻ ഇതാണ് സൈക്കോളജി, പക്ക എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ട് വരുന്ന പോയിന്റ് ഇതാണ്. ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം തുടങ്ങിയ ടോപ്പിക്സ്. ക്ലിയർ? ദെൻ ലേണർ ഫാക്ടേഴ്സ്, ടീച്ചിങ് എയ്ഡ്, ICT. ഇതൊക്കെ പഠിച്ചില്ല എങ്കിൽ കൂടി, പഠിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, പഠിച്ചില്ല എങ്കിൽ കൂടിയും നമുക്ക് കോമൺ സെൻസ് വെച്ച് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നൊരു ഏരിയാസാണ്. പിന്നെ ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റ് ഇവാലുവേഷനൊക്കെ ഉണ്ടല്ലോ. ടൂൾസ് ഓഫ് ഇവാലുവേഷൻ, എറർ അനാലിസിസ്, റെമഡിയൽ ടീച്ചിങ് തുടങ്ങിയ കാര്യങ്ങൾ ഈ പറയപ്പെട്ട മൊഡ്യൂൾ എവിടെയും നമുക്ക് ഉപകാരപ്പെടും. അഭിമുഖത്തിന്, ഇൻ്റർവ്യൂവിനും ഉപകാരപ്പെടും. ക്ലിയർ? ദെൻ അടുത്തതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 12 നമ്മൾ കണ്ടു. നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളായിരിക്കും. ഇനി മൊഡ്യൂൾ 30ലേക്ക് വരുമ്പോൾ അവിടെ ലിറ്റററി ക്രിറ്റിസിസം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള മിക്കതും നമ്മൾ HSIക്ക് കണ്ട സാധനമാണ്. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് നമ്മൾ അവിടെ കണ്ടു. ദെൻ ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയട്രി. എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമുള്ളൊരു വർക്കാണ് കേട്ടോ. ഗോസനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ മറുപടിയും കിട്ടിയാൽ തന്നെ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. ദെൻ സാമുവൽ കോൾറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയ ചാപ്റ്റർ 14 അതും നമ്മൾ HSIക്ക് കണ്ട സാധനമാണ്. ദെൻ വുജിന വൂഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ. ദെൻ TS എലിയറ്റിൻ്റെ എ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അതൊക്കെ എവിടെ നമ്മൾ പഠിച്ചതാണ്? HSIക്ക് പഠിച്ച സാധനങ്ങളാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. ദെൻ നോർത്ത് ഫ്രൈയുടെ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, ക്ലീൻ ബ്രൂക്സിൻ്റെ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ദെൻ എഡ്മണ്ട് വിൽസൻ്റെ മാർക്സിസവും ലിറ്ററേച്ചറും. അത്യാവശ്യം എല്ലാ ലിറ്റററി ക്രിറ്റിസിസവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ എലൈൻ ഷൊവാൾട്ടറിൻ്റെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വൈൽഡർനെസ്, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ദരിദ്രയുടെ ഡിഫറൻസ്, കാൾ മാർക്സിൻ്റെ ദ ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ് ആൻഡ് ദ സീക്രട്ട് ദെയർ ഓഫ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ
the conscious, the unconscious, the id and the ego. The id and ego, beyond the pleasure principles and other writings. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. Then ഹേബർമാസിൻ്റെ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്, റൈമൺ വില്യംസിൻ്റെ ട്രഡിഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർമേഷൻസ്, സ്റ്റീവൻ ഗ്രീൻബാൽറ്റിൻ്റെ ഷേക്സ്പിയർ ആൻഡ് എക്സോസിസ്റ്റ്, മൈക്കൽ ഫൊക്കാൾട്ടിൻ്റെ 2 lectures ഫ്രം പവർ നോളജ്, ദ യൂണിറ്റീസ് ഓഫ് ഡിസ്കോഴ്സ് ഫ്രം ദ ആർക്കിയോളജി ഓഫ് നോളജ് ആൻഡ് ഡിസ്കോഴ്സ് ഇൻ ലാംഗ്വേജ്. നമ്മളിങ്ങനെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കരുത്, വളരെ വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തെ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ട് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ദെൻ എഡ്വേർഡ് സെയ്ദിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഓറിയൻ്റലിസം, ദെൻ ഹെലൈൻ സിക്സോസിൻ്റെ ദ ലവ് ഓഫ് ദ മെഡൂസ, ഏവ് സെക്വിക്കിൻ്റെ എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ്. ഇതാണ് ലിറ്റററി ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിനടുത്തത് മൊഡ്യൂൾ 14 കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ അവിടെ വരുന്നുള്ളൂ. തിയോഡർ ഡബ്ല്യു അഡോണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ്, ഇൻഡസ്ട്രി സെലക്റ്റഡ് എസേസ് ഓൺ മാസ് കൾച്ചർ കേട്ടോ, ഇൻ കൾച്ചർ ഇൻഡസ്ട്രി, അത് ഒറ്റ വർക്കാണ്. ദെൻ സ്റ്റോട്ട് ഹെൽറ്റിൻ്റെ എൻകോഡിംഗ് ഡിക്കോഡിംഗ് ഫ്രം കൾച്ചർ മീഡിയ ലാംഗ്വേജ്, ലോറോ മെൽവയുടെ ദ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. ഇതൊക്കെ വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ. ആകെ ഒരു 5 വർക്ക്സാണ് ഇവിടെ വരുന്നത്. 1 2 5 വർക്ക്സാണ് ഏകദേശം ഇവിടെ നിന്ന് വരുന്നത്. ദെൻ ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ദ സബ്ജക്ട് ഓഫ് സെക്സ്, ജെൻഡർ ഡിസയർ ഫ്രം ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് ദ സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി. ദെൻ ആഞ്ചല മക്രോബിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ. അപ്പോൾ ഇവിടെ വരുന്നത് മൊഡ്യൂൾ 40 വരെ അല്ലേ. മൊഡ്യൂൾ 40 വരെ നമുക്ക് 30 മാർക്കിനാണ്. അപ്പോൾ ഏകദേശം ഒരു മൊഡ്യൂളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മാർക്കായി? 70 മാർക്ക്. അപ്പോൾ നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്നും 70 മാർക്ക്. അപ്പോൾ ഇത് നമ്മുടെ കോർ സബ്ജക്റ്റാണ്. നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നൊരു ഏരിയ ആയിരിക്കും ഇത് അല്ലേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പല ആളുകളും ഇവിടെ മാത്രം പഠനം ഒതുക്കും. ഇവിടെ മാത്രം പഠനം ഒതുക്കിയാൽ പോരാ. പാർട്ട് 2 വരുന്ന സമയത്ത് അവിടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. 10 മാർക്കിനാണ് നമ്മുടെ പാർട്ട് 2 വരുന്നത്. പാർട്ട് 2 എ പാർട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഏകദേശം ഇവിടെ വരുന്നത് അല്ലേ. ടീച്ചിങ് നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്. ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദെൻ പഠിതാവിൻ്റെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റം. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ മൊഡ്യൂൾ 12 കണ്ട അതേ സാധനം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പാർട്ട് 2 ബിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഏരിയാസാണിത്. കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ്, സിംപോസിയം, തിസിസ് റൈറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോമാറ്റ്. അപ്പോൾ എങ്ങനെയാണ് റിസർച്ച്, ഏതൊക്കെ ടൈപ്പ് റിസർച്ച് ഉണ്ട്, പിന്നെ ഒരു ഹൈപ്പോത്തിസിസ്, അതേപോലെ ഒരു എറർ കണ്ടെത്താനുള്ള സാധനങ്ങൾ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യൊന്നും വേണ്ട. ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പോൾ പാർട്ട് 2 വലിയ കുഴപ്പിക്കുന്ന കാര്യമല്ല. അപ്പോൾ 80 മാർക്ക് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇനി നമ്മളെ പല ആളുകളും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇനി വരുന്ന ഏരിയാസാണ്. അപ്പോൾ സഹകാരിയിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും കേട്ടോ. പാർട്ട് 2 പാർട്ട് 3 അടക്കം കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ പാർട്ട് 3 വരുമ്പോൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനാണ്. നമുക്ക് HSAയിൽ GK എന്ന് പറഞ്ഞ് കാർഡടിച്ച് വിടിയിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഭരണഘടനയിൽ നിന്നും 5 മാർക്ക്. അവിടെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ, ആമുഖം, പ്രിയാമ്പിൾ, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയെ എങ്ങനെയാണ് നമ്മുടെ ആമുഖം നിർവചിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, DP/SP, റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഓരോന്നും കൃത്യമായിട്ടും എടുത്ത് പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്,
central state relations, legislative, administrative and financial services under the union and states emergency provisions, amendment provisions of the constitution. അപ്പോൾ ഭരണഘടനാ ഭേദഗതി, അതുപോലെ അടിയന്തരാവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചു വെക്കണം. 5 മാർക്ക് കൃത്യമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തൊരു 5 മാർക്ക്, അപ്പോൾ 90 അല്ലേ, അടുത്ത 19 അടുത്ത 5 മാർക്ക് സാമൂഹിക ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസിൽ നിന്നും 5 മാർക്സ്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ട്സ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, ഏതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ, ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് 5 മാർക്ക്. പഠിക്കാൻ എളുപ്പമുള്ളൊരു ഏരിയയാണ്. 5 മാർക്കിനാണ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്ന് സിലബസിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പാർട്ട് 4 10 മാർക്ക്. എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് ഇവിടെയായിരിക്കും. GK ഭാഗത്ത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് ഇവിടെയായിരിക്കും. റിനൈസൻസ് ഇൻ കേരള എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരള എന്ന് പറയുമ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാക്ടറീസ്, പ്രിന്റിംഗ് പ്രസ്. അപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ മൂവ്മെൻറ്റ്സ്, SNDP യോഗം, NSS, യോഗക്ഷേമ സഭ, സാധുജേല പരിപാലന സംഘം, വാലസമുദായ പരിഷ്കരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സഹോദര പ്രസ്ഥാനം തുടങ്ങിയ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി നടന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ദെൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, കലാപങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, മേൽമുണ്ട് സമരം, ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹ, കൂടംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ റിയോട്ട്സ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ആബ്സ്ട്രക്ഷൻ മൂവ്മെൻറ്റ്, നിവർത്തന പ്രക്ഷോഭം അടക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ. ഞാൻ പറയില്ല, കുറച്ച് വലിയൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം പഠിച്ചു വെക്കുക. മുൻവർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ് തരും. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട മേഖലകൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്സിനുള്ള പങ്ക്. ദെൻ മലയാളി, സ്വദേശാഭിമാനി പത്രങ്ങളുടെ പേരാണ്. വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാഭൂഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അൽ അമീൻ, പ്രഭാതം, യുക്തിവാദി പോലുള്ള പത്രങ്ങൾ. അതുപോലെ സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെൻറ്റ്. ദെൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ രത്നങ്ങളെക്കുറിച്ച് പഠിക്കണം. പാർവതി നെന്മണിമംഗലം, ആര്യപള്ളം, AV കുട്ടിമാളുവമ്മ, ലളിത പ്രഭു, അക്കാമ ചെറിയാൻ, അന്നാചാണ്ടി, ലളിതാംബിക അന്തർജനവും മറ്റുള്ളവരും. പിന്നെ നവോത്ഥാന നായകരെ കുറിച്ച് പറയുമ്പോൾ തൈക്കാട് അയ്യ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദ, പൊയ്കയിൽ യോഹന്ന, ഡോക്ടർ പൽപ്പു, പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ, മമ്പുറം തങ്ങൾ, സഹോദരൻ അയ്യപ്പം, പണ്ഡിറ്റ് KP കറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മഖത്തി തങ്ങൾ, ഏലിയാസ് കുര്യാക്കോസ് ചാവറച്ചൻ, ബാരിസ്റ്റർ GP പിള്ള, TK മാധവൻ, മൂർക്കോത്ത് കുമരൻ, C കൃഷ്ണൻ, KP കേശവ മേനോൻ, അയ്യത്തൻ ഗോപാലൻ, കുഞ്ഞിരാമൻ, CV കുഞ്ഞിരാമൻ, കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, വേലക്കുട്ടി അരയൻ, KP വെള്ളോൺ, PK ചാത്തൻ മാസ്റ്റർ, K കേളപ്പൻ, P കൃഷ്ണപിള്ള, AK ഗോപാലൻ, AKG, TR കൃഷ്ണസ്വാമി അയ്യർ, C കേശവൻ, സ്വാമി ആനന്ദ തീർത്ഥൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണൻ പിള്ള പോലുള്ള പ്രസ്ഥാനങ്ങൾ. അവരൊരു പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അല്ലേ, ചരിത്ര പുരുഷന്മാരാണ്. ഇനി സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരൻ ആശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ, G ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചന്തുമേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവദേവ്, തകഴി ശിവശങ്കര പിള്ള, പൊൻകുന്നം വർക്കി, SK പൊറ്റക്കാട്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, GKയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പാർട്ട് 3-ൽ
ആ ഒരു റിനൈസൻസ് എന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ബുദ്ധിപൂർവ്വം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ GK സേഫ് സോണിൽ അവർ പരിപാടി നടത്തിയാണ്. ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും GKയിൽ നിന്നും എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതിനു വേണ്ടിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് GK. അപ്പോൾ നമ്മൾ PYQ ഒക്കെ വെച്ച് ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക എന്നുള്ള അല്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം PSC ആണ്. എങ്ങനെയെങ്കിലും ഉദ്യോഗാർത്ഥികളെ കുറച്ച് ഒന്ന് വട്ടം കറക്കണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കണം. കറണ്ട് അഫേഴ്സ് പഠിക്കണം, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിലബസ്. സോ HSST എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ ശ്രമവും വളരെ വലുതായിരിക്കണം. കാരണം അതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ചെറുതൊന്നുമല്ല. ഗസറ്റഡ് പോസ്റ്റിന് തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ, സാലറി വൈസ് ആകട്ടെ, നിങ്ങളുടെ ആ ഒരു ഗ്രേഡിലാകട്ടെ, ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ആരുടെയും നെഗറ്റീവായിട്ടുള്ള ആർഗ്യുമെൻസിലൊന്നും പെട്ടുപോകാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സോ HSSTയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സഹകാരിയിലൂടെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും മറ്റും ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി സഹകാരിയുമായി ബന്ധപ്പെടുക. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.